അമ്മ ഞായറാഴ്ച നമുക്കൊരു മിനി സദ്യയില് പിടിച്ചാലോ? സദ്യ അല്ലേ? ആ, സാമ്പാർ, അവിയല്, പുളിശ്ശേരി, കൂട്ടുകറി, പിന്നെ 2 തരം അച്ചാറ്, പിന്നെ പപ്പടം, പഴം, അങ്ങനെ 2-3 ഒരു 2-3 തരം പായസവും ഒക്കെ കൂടെ ആകുമ്പോ നല്ലതായിരിക്കും. സേമിയ പായസം, പരിപ്പ് പായസം, കടല പായസം, അടിപൊളിയായിരിക്കും. ഇവിടെ ഒരു പണിയില്ലാത്തൊരു വീടാണല്ലോ. എന്തോ ചെയ്യുന്ന നിനക്ക് ഇത്രയും പണിയുള്ള വീട്ടിലാണ് എന്നോട് ഇപ്പൊ സദ്യ ഉണ്ടാക്കാൻ പറയണേ? അല്ല, ഞാൻ സഹായിക്കാനുണ്ടല്ലോ. പിന്നെ അച്ഛനെ വിളിച്ചാൽ അച്ഛനും സഹായിക്കാൻ വരും. നീ എന്നെ കൊല്ലാൻ വേണ്ടിട്ടാണോ വന്നിക്കണേ? എന്താന്നമ്മ? ആ, ലച്ചു പറയായിരുന്നു ഞായറാഴ്ച ലച്ചുവിന്റെ ഒരു സദ്യ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തോളാന്ന് പറഞ്ഞു. ഒറ്റയ്ക്കൊന്നും അല്ല, നമുക്ക് എല്ലാവർക്കും കൂടെ അമ്മേനെ സഹായിക്കാലോ. ഓക്കെ, എന്നിട്ട് സദ്യ കഴിക്കുന്നതിന്റെ ഒരു വീഡിയോ സിദ്ധുവിന് അയച്ചു കൊടുക്കാം. അയ്യോ ചേച്ചി, അത് വേണ. ചിലപ്പോ അളിയന് വിഷമമല്ലോ. എന്ത് വിഷമം? സിദ്ധുവിന് ഇതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമാണ്. ആണോ? ആ, എന്നാ പിന്നെ നമുക്ക് ഞായറാഴ്ച സദ്യ തന്നെ ഒരുക്കിയേക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് സദ്യ ഉണ്ടാക്കണം. ഇന്നാണ് വിശേഷം. ഇതാരത്? ശങ്കരപ്പൂപ്പനാ? അപ്പൂപ്പായ് സുഖാണോ? ശങ്കരനോ? തന്നെ വെക്കണേ. ഓ, സുഖം. അല്ല, ഇവിടുത്തെ കാര്യസ്ഥൻ കൂടെ പോയി. അച്ഛനാണോ ഉദ്ദേശിച്ചത്? പിന്നെന്താ കാര്യസ്ഥൻ? അച്ഛൻ നമ്മുടെ നവാസം വിളിച്ചിട്ട് പുറത്തു വരെയൊന്ന് പോയത്. അച്ഛന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ പറയുന്നുണ്ടല്ലോ അല്ലേ? കൊള്ളാം. മെനിഞ്ഞാന്ന് ഞാൻ കത്തി ചെയ്യേണ്ട ഇവിടെ സാധനം വാങ്ങിക്കാൻ പോയിരുന്നു. അപ്പൊ ഇവനെ കപ്പറ്റി അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു, കുറെ നാളായി ചെറുക്കനെ കണ്ടിട്ട് എന്നെ വിചാരിച്ചോടെ ഞാൻ പയ്യെ അങ്ങോട്ട് പോകണം. പിന്നെ എന്ത് വെക്കളെ ഒരുമാതിരിക്കുന്നു? എന്ത് ഒരുമാതിരിക്കുന്നു നീ? എന്ത് എനിക്കൊന്നും ഇല്ലല്ലോ കുഴപ്പം. അല്ല, നീ വല്ലാതെ ഒരുമാതിരി. അവൻ വല്ല വഴക്കാട്ടും പറഞ്ഞു എൻ്റെ അടുത്ത്. അയ്യോ, വഴക്കൊന്നും പറഞ്ഞില്ല. പിന്നെ അത് ഇവിടെ ജോലിയല്ലേ എപ്പോഴും. അങ്ങനെ പൊടിച്ചു ശരി പൊടിച്ച് മകളിക്ക് എന്റെ വീട്ടു മക്കളും കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഒരു കാര്യം ചെയ്, താമസിക്കാതെ ഒരു പയ്യനെ മോക്കി വൈ. നോക്കണം അല്ലേ പാറു? നോക്കണ്ടേ മക്കളെ? അപ്പ ഇതിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു. ഇതേ ഉള്ളു മക്കളെ. എനിക്ക് വേണം. എന്തുവാണ് ഇത്? അണ്ണ വല്ല കഴിച്ചായിരുന്നോ? ഓ, ഞാൻ കഴിച്ചു മക്കളെ. അപ്പൂപ്പൻ എങ്ങനെയാ വന്നേ? ട്രെയിനിനാ? ഞാൻ ബസ്സിൽ വന്നു മക്കളെ. കാരണം നമ്മൾ ആദ്യ നാട്ടിൽ നിന്ന് കാട്ടാക്കട വരെ ഒരു ചെറുക്കൻ്റെ ബാക്കി കയറി എത്തി. അവിടുന്ന് 2 ബസ്സുണ്ട് എറണാകുളം. അതിൽ കയറി ഞാൻ ഇന്ന് പോകും. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒട്ടും വയ്യ മക്കളെ. ഞാൻ ഒരു ആട്ടോ പിടിച്ച് ഞാൻ ഇന്ന് പോകും. ഞാൻ ഒരു ചായ ഇട്ട് തരാം. എനിക്ക് ഒട്ടും വയ്യ. ഭയങ്കര ക്ഷീണം മക്കളെ. പണ്ടത്തെ പോലെയല്ല. ശ്വാസം മുതൽ ചുമ എല്ലാ പുല്ലുകൊണ്ട് ഞാൻ ഇത്തി ആ സെറ്റിൽ ചെന്ന് സെറ്റിൽ സൽക്കെല്ലാം കിടക്കുന്നതാണ് മക്കളെ. വരണ നീ വാ, അപ്പൂപ്പൻ്റെ അടുത്ത് കിടക്കാം. പാവട്ടെ, വയ്യെങ്കിലും ഓടി വന്നാണ്ടാ. പിന്നെയല്ലേ, സർപ്രൈസ് ആയി പോയി. ഒട്ടും പ്രതീക്ഷയില്ല വരൂന്ന്. അതെ മക്കളെ, 5-6 മണിക്കൂർ ബസ്സിലിരുന്നതാണ്. രാവിലെ 4 മണിക്ക് എഴുത്താണ്. ഈ യാത്ര വിളിച്ചാണ് അപ്പൂപ്പ ഇങ്ങോട്ട് വരാത്തത്. എന്തായാലും അപ്പൂപ്പ ഇത്രയും വയ്യെങ്കിലും അപ്പൂപ്പ നമ്മളെ കാണാൻ വന്നല്ലേ, വലിയ സന്തോഷം. എങ്കിലും എന്നെ കാണാൻ നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ? അപ്പൂപ്പ ഞങ്ങളുടെ അവസ്ഥ കൊടും കോമഡിയാണ്. ഇപ്പൊ അച്ഛനും അമ്മയും ഈ ഇടയ്ക്ക് നെയ്യാറ്റിന് വന്നല്ലേ, അപ്പൊ പോലും നമുക്ക് അവരോട് വരാൻ പറ്റിയില്ല. ശരി മക്കളെ. എന്താ പൂപ്പ കാല് പിടിക്കാതാ? കുഴപ്പമില്ല മക്കളെ, കാലും തടവാടാ. അപ്പൂപ്പോ എന്തായാലും അപ്പൂപ്പ ഒന്ന് ഉറങ്ങിക്കോ. ഓ ശരി മക്കളെ.